ഈ ഇൻട്രോ വേണ്ടല്ലേ. ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നത് കരുതുന്നു. ഞാനും സുഖമായിട്ടിരിക്കുകയാണ്. എനിക്ക് കണ്ണാടി ഒത്തിരി ഇഷ്ടപ്പെട്ടോ, അതുകൊണ്ടാണ് ഇതൊക്കെ വെച്ച് ഇൻട്രോ ചെയ്യാമെന്ന് വിചാരിച്ചത്, വേറൊന്നും കൊണ്ടല്ല. അപ്പോൾ ലാസ്റ്റ് തവണ ഞാൻ ചെയ്തൊരു വീഡിയോ എന്ന് പറയുന്നത് ഒരു ലിപ്സ്റ്റിക് കളക്ഷനാണ്. അപ്പോൾ ഇന്ന് കുറച്ച് വെറൈറ്റി ആയിട്ടൊരു കാര്യം ചെയ്യാമെന്ന് വിചാരിച്ചു. സാധാരണ വെറൈറ്റി ഒന്നുമല്ല, എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെയാണ്. പക്ഷെ കുറച്ച് ദിവസമായിട്ട് ചെയ്യണം എന്ന് കരുതി ഇങ്ങനെ മാറ്റി വെച്ചേക്കാണ്. അപ്പോൾ ഇന്ന് എന്തായാലും ചെയ്യാമെന്ന് വെച്ചു. കാരണം ലാസ്റ്റ് ഒരു 4 days ആയിട്ട് എനിക്ക് ഭയങ്കര പനിയായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഞാൻ 2-3 തവണ ട്രൈ ചെയ്തു. പക്ഷെ എനിക്ക് സൗണ്ടേ ഇല്ല. നിങ്ങൾക്കിപ്പോൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും എൻ്റെ ഒറിജിനൽ സൗണ്ട് ഇതല്ല. എനിക്കിപ്പോൾ കുറച്ചെങ്കിലും സൗണ്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആനന്ദ് പറഞ്ഞതാണ് ഇപ്പോൾ കിട്ടിയ സൗണ്ട് മിക്കവാറും ഇപ്പം തന്നെ പോകല്ലോ എന്ന് ഇപ്പോൾ ഞങ്ങളങ്ങോട്ട് ഡിസ്കസ് ചെയ്തതേ ഉള്ളൂ. അപ്പം ഞാൻ ഹോസ്പിറ്റലൊക്കെ പോയി ഒന്ന് സെറ്റായിട്ടിരിക്കുകയാണ്. ഇവിടെ എല്ലാവർക്കും ഇങ്ങനെ പനിയുണ്ട് ഇപ്പോൾ. കാരണം എനിക്ക് തോന്നുന്നു ഇപ്പോൾ ക്ലൈമറ്റ് ചേഞ്ച് അല്ലേ, പുറത്ത് ഭയങ്കര ചൂടും അകത്ത് ഭയങ്കര തണുപ്പും, അങ്ങനെ ഒരു ക്ലൈമറ്റ് ആയിരുന്നു ഇവിടെ. അപ്പോൾ എന്താണ് സംഭവം എന്ന് പറയാം, വേറൊന്നുമല്ല, ടെമു ഹോൾ. ഞാനൊരു 25 ഐറ്റംസ് ടെമുവിന് മേടിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ വിചാരിക്കും വലിയ സംഭവങ്ങളാണെന്നല്ല. ഞാനൊരു 150 ദർഹത്തിനാണ് മേടിച്ചേക്കുന്നത്. 150 ദർഹം എന്ന് പറയുമ്പോൾ നാട്ടിലൊരു 3000 രൂപയ്ക്കാണ് ഞാൻ 25 ഐറ്റം മേടിച്ചേക്കുന്നത്. പക്ഷേ ഇതിനകത്തൊരു 24 ഐറ്റംസേ ഉള്ളൂ. ഒരു ഐറ്റം എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പോൾ ഫോൺ ഇരിക്കുന്ന ഈ ട്രൈപോഡാണ്. ഞാൻ കുറച്ച് നാളായിട്ട് ഒരു ട്രൈപോഡ് മേടിക്കണം എന്ന് വിചാരിച്ചിട്ട് നടന്നില്ല. അപ്പം ഞാനിപ്പോൾ ഇതിൻ്റെ കൂടെ അങ്ങ് മേടിച്ചതാണ്. എൻ്റെ ഇതിനു മുമ്പുള്ള ട്രൈപോഡ് ഒടിഞ്ഞുപോയി. അപ്പോൾ ഞാൻ കുറച്ച് നാളായിട്ട് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ അങ്ങ് മേടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ബാക്കി 24 ഐറ്റംസ് ഇതിനകത്തുണ്ട്. എല്ലാം 10 ദർഹത്തിൻ്റെ താഴെയാണ്. അപ്പോൾ ഒരു 100 ദർഹം എന്ന് പറയാം. 50 ദർഹം 55 ദർഹം ട്രൈപോഡിനായി. അപ്പോൾ ഒരു 100 ദർഹം ഇതിനായി. അപ്പം അത് വേണമെങ്കിൽ നമുക്ക് പറയാം 100 ദർഹത്തിന് 24 ഐറ്റംസ് എന്നും പറയാം. 150 ദർഹത്തിന് ഒരു 25 ഐറ്റംസ് എന്നും പറയാം. ടെമു ഭയങ്കര ഇഷ്ടമാണ്. ചിലർക്കൊന്നും ഇഷ്ടമല്ല, പക്ഷെ എനിക്ക് ഈ ചെറിയ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഈ ചെറിയ ടോയ്സ്, പിന്നെ ഈ വീട് ഡെക്കറേറ്റീവ് ഐറ്റംസ്, ഈ ഇരിക്കുന്ന എല്ലാം ഞാൻ ടെമുവിൽ നിന്ന് മേടിച്ചതാണ്. ആ കിടക്കുന്ന മിറർ എല്ലാം മിക്കവാറുമുള്ള ഐറ്റംസ് ഞാൻ ടെമുവിൽ നിന്ന് മേടിക്കാറുണ്ട്. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കൊച്ചു ഡെക്കറേറ്റീവ് ഐറ്റംസ്. അഫോർഡബിൾ പ്രൈസിൽ നമുക്ക് ടെമുവിൽ നിന്ന് കിട്ടും. അങ്ങനെ എൻ്റെ വീട്ടിൽ കുറേ ഐറ്റംസ് എങ്ങനെയുണ്ട്. അങ്ങനെ ഞാൻ ടെമുവിൽ നിന്ന് മേടിച്ചതും. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഞാൻ വിചാരിക്കും അങ്ങനെ ടെമുവിന് മേടിച്ചിട്ടൊരു ഹോളൊക്കെ നടത്തണം എന്നുള്ള രീതിയിൽ. അതുകൊണ്ടാണ് ഈ വട്ടം മേടിക്കുമ്പോൾ ഒരു ഹോള് നടത്താം എന്ന് വിചാരിച്ചത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഐറ്റം എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് നമ്മൾ ഉറങ്ങാൻ നേരത്ത് കണ്ണ് കവർ ചെയ്യാൻ മിറർ കവർ എന്ന് പറഞ്ഞ ഒരു സംഭവമാണ്. ഇതൊക്കെ ഞാൻ യൂസ് ചെയ്യുമോയെന്ന് അറിയത്തില്ല, പക്ഷെ ഒരു കൗതുകത്തിന് വേണ്ടി മേടിച്ചതാണ്. നല്ല സുഖമായിട്ടൊക്കെ ഇനി ഉറങ്ങാൻ നേരത്തെ കണ്ണൊക്കെ അടച്ചിട്ട് നല്ല സുഖമായിട്ട് ഉറങ്ങാം. ഞാൻ പറഞ്ഞില്ലേ, എല്ലാം ഒരു 10 ദർഹത്തിനൊക്കെയാണ് ഞാൻ മേടിച്ചിരിക്കുന്നത്. 10 ദർഹം ഇതിന് 10 ഒന്നും ആയിട്ടില്ല. ഇതിനൊരു 5 അങ്ങനെ 4 ആയിട്ടില്ലെന്ന് തോന്നുന്നു. അതിൽ ലെസ് ആണെന്ന് തോന്നുന്നു. അപ്പോൾ ഇത് അത്ര ആയിട്ടുള്ളൂ. എനിക്ക് 2 അബദ്ധം പറ്റിയിട്ടുണ്ട് കേട്ടോ. അത് അബദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ കുറച്ച് ഒരു 2 ഐറ്റം ഞാൻ 2 തവണ ഓർഡർ ചെയ്തത്. അപ്പോൾ ഞാൻ 24 ഐറ്റംസ് ഒന്നേ കണ്ടുള്ളൂ. ഞാൻ എന്നിട്ടങ്ങ് പ്ലേസ് ഓർഡർ കൊടുത്തു. ഒന്നുകൂടെ ചെക്ക് ചെയ്തിട്ട് എനിക്ക് എന്താ മിസ്റ്റേക്ക് പറ്റില്ല. അപ്പം ഈ സൺഗ്ലാസിന് എനിക്ക് തോന്നുന്നു 10 ദർഹംസ് ആണ്. ഇതിനകത്ത് 2 എണ്ണം. ഒരെണ്ണം ഓവൽ ഷേപ്പും ഒരെണ്ണം സർക്കിൾ ഷേപ്പുമാണ്. ഇതിൻ്റെ ഈ ഗോൾഡൻ ഇത് കണ്ടിട്ടാണ് കേട്ടോ ഞാൻ മേടിച്ചത്. ഫ്രീക്കി ആയിട്ട് ഫീൽ ചെയ്യുന്നില്ലേ? ഫ്രീക്കി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കണ്ടിട്ടാണ് ഞാൻ മേടിച്ചത്. ഇതൊരു ഓവൽ ഷേപ്പാണ്. പക്ഷെ ഈ ഓവൽ ഷേപ്പ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട് ഞാൻ മേടിച്ചത്. പക്ഷെ എനിക്ക് ഇപ്പം മേടിച്ചു കഴിഞ്ഞപ്പം സർക്കിളാണ് കേട്ടോ കൂടുതൽ ഇഷ്ടപ്പെട്ട. ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇതിപ്പം 2 എണ്ണം ഞാൻ ഓർഡർ ചെയ്തു പോയി. അപ്പം ഒരെണ്ണം ഞാൻ മിക്കവാറും റിട്ടേൺ അടിക്കും. കാരണം 2 എണ്ണം നമുക്ക് വേണ്ടല്ലോ ഒരുപാട് ഇരിക്കുന്നത്. അപ്പോൾ ഒരെണ്ണം ഞാൻ മിക്കവാറും റിട്ടേൺ അടിക്കും. അപ്പം ഇതാണ് അതിൻ്റെ പെട്ടി. ഈ സെയിം ഐറ്റം തന്നെയാണ്. അപ്പം 3 ഐറ്റം ആയി.
ഇനി അടുത്തത് പറയുന്നത് ഒരു ക്യാപ്പാണ് കേട്ടോ, 4ാമത്തെ ഐറ്റം. ഇതിൻ്റെ കവറ് ഇത് ഞാൻ വന്നപ്പോഴേ ഒരു വട്ടം പൊട്ടിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ കവറ് അകത്ത് എവിടെ ഉണ്ട് കാണുന്നില്ല. അപ്പം ഇതാണ് എൻ്റെ 4ാമത്തെ ഐറ്റം. ഇതൊരു പോർട്ടബിൾ ഫാനാണ്, എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാം. അതിപ്പോൾ ബാറ്ററി ഇല്ല, എനിക്കറിയണേ ബാറ്ററി ഇല്ല. ബാറ്ററി ഇല്ല. ഇതൊരു ഹെയർ ബാൻഡ് ആണ്. നമ്മളിപ്പോൾ ക്ലോത്ത് ഹെയർ ബാൻഡ്. ഇതിലിപ്പോൾ 3 കളേഴ്സ് ഉണ്ട്, അല്ല 4 കളേഴ്സ് ഉണ്ട് കേട്ടോ. ഒന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റ്, ബ്ലൂ ആൻഡ് വൈറ്റ്, ഗ്രീൻ ആൻഡ് വൈറ്റ് ആൻഡ് പിങ്ക് ആൻഡ് വൈറ്റ്. ഒരെണ്ണം മാത്രം ഞാൻ കാണിച്ചത് കേട്ടോ, എല്ലാം നമ്മൾ കാണിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതിങ്ങനെ വന്നിട്ട് നമ്മൾ ഹെയറിലിങ്ങനെ ടൈ ചെയ്തിടും. അടുത്തതും ഒരു ഹെയർ ബാൻഡ് ആണ് കേട്ടോ. ഇത് വെച്ചേ എനിക്ക് മുടി എപ്പോഴും വന്നിങ്ങനെ ഫ്രണ്ടിൽ കിടക്കും. അപ്പം ഇതുപോലുള്ള കുറച്ച് ഹെയർ ബാൻഡ് എൻ്റെ ഓൾറെഡി ഉണ്ട്, പക്ഷെ അതെല്ലാം ഭയങ്കര ചെറുതായി. അപ്പോൾ എനിക്ക് ഭയങ്കര തലവേദന. അപ്പോൾ ഇച്ചിരി ലാർജ് സൈസിന് മേടിച്ചതാണ്. അടുത്തതൊരു റിംഗ് ആണ്. ഇത് ഞാൻ പൊട്ടിച്ചില്ല കേട്ടോ, അപ്പം ഞാൻ ഇതൊക്കെ ഹോൾ ചെയ്യുമ്പോൾ പൊട്ടിക്കാൻ വിചാരിച്ചു വെച്ചിരുന്നു. ഓ ഇപ്പഴുണ്ട് കേട്ടോ കളറിൻ്റെ. ഓ നല്ല രസമുണ്ട് കേട്ടോ. അടിപൊളി മോഡൽ, എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അടുത്ത ഐറ്റം ഞാനിപ്പോൾ കാണിച്ച സെയിം റിങ്ങിൻ്റെ ഒരു കമ്മലാണ്. അടുത്തതൊരു മേക്കപ്പ് കിറ്റ് പോലൊരു ബാഗാണ്. ഇതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇത് നാട്ടിൽ പോകുമ്പം എൻ്റെ ചേച്ചിക്ക് കൂടെ ഒരെണ്ണം മേടിച്ചു കൊടുക്കണം. ഞങ്ങൾ രണ്ടുപേരും പോലെ എനിക്ക് ചില സമയത്ത് ഫീൽ ചെയ്യാറുണ്ട്. അപ്പം ഇത് നമുക്കൊരു ഡീസൻറ്റ് സൈസാണ്. നമുക്കാണെങ്കിൽ നമ്മുടെ മേക്കപ്പ് ഐറ്റംസ് ഒക്കെ ഇട്ടേക്കാം. അടുത്തത് ഒരു ഹാൻഡ് ബാംഗിൾസ് പോലെ കേട്ടോ. ഇതിനകത്തൊരു ഭയങ്കര ഒത്തിരി ഉണ്ട് കേട്ടോ. 1 2 3 4 5 6 7 7 എണ്ണം ഉണ്ട്. കൊള്ളാം കേട്ടോ ബാംഗിൾസ് പോലെ. എനിക്കിങ്ങനെ വെറൈറ്റി ഐറ്റംസിനോട് ഭയങ്കര ഇഷ്ടമാണ്. ഇനി അടുത്തത് ഒരു ചെറിയ ബാഗാണ്. നമുക്ക് ഇതുപോലെ തന്നെ എന്തെങ്കിലും ഐറ്റംസ് ഒക്കെ ഇട്ടിട്ട് പോകാം. ഇതിൻ്റെ പ്രിന്റ് കണ്ടിട്ട് ഞാൻ മേടിച്ചതാണ് കേട്ടോ, ഒരു ടെഡി ബിയറിൽ. അത് കഴിഞ്ഞിട്ട് ഇത് നമ്മൾ മറ്റേ അതിൻ്റെ പേരുണ്ടായിരുന്നു, എൻ്റെ പേര് മറ്റേ എനിക്ക് എൻ്റെ പേര് കറക്റ്റായിട്ട് ഓർമ്മ വരുന്നില്ല. നമ്മൾ സ്ട്രെച്ചേഴ്സ് ഒക്കെ പോലെ നമ്മൾ കാലിലിടില്ലേ, ആ സംഭവമാണ്. നമ്മൾ ഷോർട്സ് ഒക്കെ ഇട്ടിട്ട് ഇടുന്ന സാധനം. പേര് പോയേക്കാം. അടുത്തത് ഞാൻ പറഞ്ഞ ഒരു വട്ടം ഈ 2 ഐറ്റം ഇതുണ്ടല്ലേ, ഞാൻ കുറച്ച് റിങ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഈ റിങ് 2 വട്ടം ഞാൻ വാങ്ങിച്ചു. അപ്പോൾ ഇതെനിക്ക് ഏറ്റവും അബദ്ധം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ മേടിച്ച റിങ്ങാണ് കേട്ടോ. പിന്നെ ഇത് ഞാൻ മേടിച്ചിട്ട് ചീപ്പാണ്. ഇതിൻ്റെ പ്രിന്റ് കണ്ടിട്ട് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ മേടിച്ചതാണ് കേട്ടോ. ഇനി ഇത് ഒരു സിൽവറിൻ്റെ ഒരു ഹാൻഡ് ചെയിനാണ്. നല്ല രസമുണ്ട്. നമ്മളിപ്പം ഡാൻസ് അങ്ങനെയുള്ള സോങ്സ് വീഡിയോസ് ഒക്കെ എടുക്കുമ്പോൾ എനിക്ക് ഇടാൻ പറ്റുന്ന രീതിയിൽ. ഇത് ഞാനൊരു വാച്ച് മേടിച്ചതാണ്.
അയ്യോ ഇതിന് കവർ പൊട്ടിപ്പോയി കേട്ടോ. ഇതൊരു ചെയിനാണ്, നമ്മൾ മോഡേൺ ഡ്രസ്സിൻ്റെ കൂടെ ഒക്കെ ഇടാൻ പറ്റുന്ന രീതിയിലുള്ള, നമ്മൾ ടീഷർട്ട്സ് ഒക്കെ ഇടുമ്പം സ്ലീവ്ലെസ് ടീഷർട്ട് ഒരു പുതിയ ഫാഷൻ പോലെ. അപ്പോൾ അത് കണ്ടിട്ട് ഞാൻ മേടിച്ചത്. അടുത്തത് ഒരു ഹാൻഡ് ബ്രേസ്ലെറ്റ് ആണ്. നമ്മൾ ബീച്ചിലൊക്കെ പോകുമ്പം ഇടാൻ പറ്റുന്ന ഒരു ടൈപ്പാണ്. ഇങ്ങനെ ശംഖൊക്കെ വെച്ചിട്ട് ഇത് ഓപ്പൺ ചെയ്യാൻ നോക്കട്ടെ. അയ്യോ ഇത് ഒത്തിരി ഉണ്ട് കേട്ടോ, കുറേ ഉണ്ട്, കുറേ മുത്ത് പോലെ. അടുത്ത 3 ഐറ്റംസ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ മേടിക്കണം എന്ന് കുറച്ച് നാളായിട്ട് വിചാരിക്കുന്നതാണ്. കീ ചെയിൻസ്. ഞങ്ങളുടെ വീടിൻ്റെ താക്കോല് ഇതിനു മുമ്പ് ഒരു വട്ടം കളഞ്ഞു പോയിട്ടുണ്ട്, ഒരുപാട് തവണ കളഞ്ഞു പോയിട്ടുണ്ട്. ഞങ്ങളുടെ മെയിൻ പരിപാടി അതാ. ഞങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാവരും ചോദിക്കുന്നത് നിങ്ങൾക്കൊരു കീ ചെയിൻ മേടിച്ചിട്ടാൽ എന്ത് എന്നെപ്പോഴും ചോദിക്കും. കൈൻഡ്ലി ഞാൻ അങ്ങനെ 3 കീ ചെയിനാണ് മേടിച്ചേക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകത, ഈ കീ ചെയിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ രണ്ടും ഞാൻ മേടിച്ചത് ഞങ്ങളുടെ ആൽഫബറ്റ് വെച്ചിട്ടാണ്, എയും എല്ലും. അപ്പം അത് വെച്ചിട്ടാണ് ഞാൻ മേടിച്ചേക്കുന്നത്. ഞാൻ ഉദ്ദേശിച്ചത് അത്ര വലുതല്ല ആൽഫബറ്റ്. ഇതാണ് എനിക്കത് കാണാം, ഞാൻ കുറച്ചുകൂടെ വലുതാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ 2 ആൽഫബറ്റ് വെച്ചിട്ട് പിന്നെ ഒരെണ്ണം ഒരു ഫാൻസി ആയിട്ട് ഒരു എന്താ പറയുക, ഒരു ബിസ്ക്കറ്റ് ഐസ്ക്രീമൊക്കെ നമ്മൾ കഴിക്കുന്ന പോലുള്ളൊരു കാര്യം. ഇതെവിടെയാണ് ഒരു ഫാൻസി പോലെ കളല്ലേ. അപ്പോൾ ഇത്ര ഐറ്റംസാണ് ഞാൻ മേടിച്ചത്. എല്ലാം ചെറിയ ഐറ്റംസ്. ഞാൻ പറഞ്ഞില്ലേ, വെറും ചെറിയ ഐറ്റംസാണ് ഞാൻ മേടിച്ചത്. എനിക്ക് തെമ്മൂല ഐറ്റംസ് ഞാൻ ഓൾറെഡി പറഞ്ഞോളൂ, എനിക്ക് തെമ്മൂല ഈ കുഞ്ഞു ഐറ്റംസ് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അങ്ങനെ കുറേ സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട്, ഇനി ചെറിയ വീട്ടിൽ ഡെക്കറേറ്റീവ് ഐറ്റംസ് ആയിട്ട്. അപ്പോൾ എൻ്റെ തെമു ഹോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഒട്ടനെ കാണാം. അപ്പോൾ ഓക്കെ, ബൈ.